ഗുഡ് മോർണിംഗ് കേരളത്തിൽ അടുത്ത അതിഥിയായി എത്തുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വി ജോയി ആണ്. വിജിൻ അവിടെ എത്തിയിട്ടുണ്ട്, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥികളെ ഒരു നിമിഷം കളയാതെ വേഗത്തിൽ സംസാരിച്ച് തിരിച്ചുവിടുക എന്നുള്ളതാണ്. കാരണം അത്ര തിരക്ക് പിടിച്ചൊരു സമയത്തിലാണ്, അതിനിടയിൽ സമയം അനുവദിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. വിജിൻ, ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തോട് പറഞ്ഞേക്കൂ, വിജയാശംസകൾ അറിയിക്കൂ, പ്രചാരണത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചോളൂ. തീർച്ചയായും ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി വി ജോയി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തിരക്കുകളിലേക്ക് കടക്കുകയാണ്. ഇന്ന് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രമുഖരെയും അതുപോലെയുള്ള ആളുകളെയും ഒക്കെ സന്ദർശിച്ച് സ്ഥാപനങ്ങൾ ഒക്കെ സന്ദർശിച്ചിട്ടുള്ള പ്രചരണമാണ് ഇന്ന് നടക്കുക. എന്തായാലും അദ്ദേഹത്തിന് ശരത്തിൻ്റെ വിജയാശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ കൈരളി പ്രേക്ഷകരുടെയും അവിടുന്ന് വിജയാശംസകൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇന്നത്തെ പരിപാടികൾ? ഇപ്പോൾ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട വ്യക്തികളെ ഒന്ന് വീടുകളിൽ പോയി കാണുക, അവരോടൊന്ന് വോട്ടഭ്യർത്ഥിക്കുക, അത്തരമൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കവലകളിലെ പ്രചരണങ്ങൾ നമ്മൾ 2 ദിവസം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുക എന്നുള്ളതാണ് ഇന്നും നാളെയും കൂടി എടുത്തുകൊണ്ടുള്ള പരിപാടിയായിട്ട് ഇട്ടിട്ടുള്ളത്. ഇപ്പം ഈ മണ്ഡലത്തിൽ വി ജോയി എന്നുള്ളത് ജോയി അണ്ണനാണ്, ആളുകൾക്ക് അങ്ങനെയാണ് വി ജോയിയെ അറിയപ്പെടുന്നത് തന്നെ. അപ്പം ഇപ്പോൾ പ്രധാനപ്പെട്ട മത്സരം, അതിൻ്റെ രാഷ്ട്രീയ മുദ്രാവാക്യം എന്നുള്ളത് കേന്ദ്ര സർക്കാർ BJPയുടെ രാഷ്ട്രീയത്തെ ചെറുക്കുക എന്ന് തന്നെയാണ്. പക്ഷേ കേരളത്തിൽ കോൺഗ്രസിനെതിരെയാണ് മത്സരം. അപ്പോൾ ഏത് രീതിയിലുള്ള പ്രചാരണമാണ് ജനങ്ങളുമായി ആ തരത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഈ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗബലം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യം. കാരണം സംഘപരിവാർ നടത്തുന്ന ഏറ്റവും മോശപ്പെട്ട ഭരണഘടനാ വിരുദ്ധമായ മതേതര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചുട്ട മറുപടി നൽകാൻ, അതിനെ ഒന്ന് എതിർക്കാൻ ശേഷി ഇന്ന് ഇടതുപക്ഷത്തിനേ ഉള്ളൂ. കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വത്തിൽ നിന്ന് തീവ്ര ഹിന്ദുത്വത്തിലേക്ക് മാറുകയാണ്. മാത്രമല്ല, നിർണായകമായിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം കോൺഗ്രസ് വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ന് അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസേന അവരുടെ പ്രധാനപ്പെട്ട പഴയ മുഖ്യമന്ത്രിമാർ, PCC അധ്യക്ഷന്മാർ, പിന്നെ വർക്കിംഗ് പ്രസിഡന്റന്മാർ എല്ലാം കോൺഗ്രസിനെ കൈവിട്ട് നേരെ BJPയുടെ പാളയത്തിലേക്ക് പോകുന്നൊരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് നിർബന്ധമായിട്ട് പാർലമെൻറ്റിലെത്തണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ, ഗവൺമെൻറ് എടുക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ ഇടതുപക്ഷത്തിനേ ഇന്ന് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ജനങ്ങളുമായി ഈ തിരഞ്ഞെടുപ്പിൽ മുഖ്യമായും LDF സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നത്. അത് ഓരോ ദിവസം കഴിയുമ്പോഴും LDF മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി കൂട്ടിക്കൊണ്ടാണ് ഈ ഉത്തരേന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒരു യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യങ്ങൾ കൂടി രാഷ്ട്രീയമായി ഉന്നയിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയാണ് LDF ആറ്റിങ്ങൽ മണ്ഡലത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരത്ത്, ശരി. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ഇപ്പോൾ വി ജോയിയോട്, അവിടുത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയോട് വിജിൻ സംസാരിച്ചത്. തികഞ്ഞ വ്യക്തമായ ഈ കാലത്തിൻ്റെ പറയേണ്ട രാഷ്ട്രീയം പറഞ്ഞ് തന്നെ അദ്ദേഹം അവിടെ ജനങ്ങളോട് സംസാരിച്ച് വോട്ട് ചോദിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ആദ്യഘട്ടം വളരെ സജീവമാക്കിയിരിക്കുകയാണ് ഈ സ്ഥാനാർത്ഥികളൊക്കെയും ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും. അതിൻ്റെ സൂചനയാണ് നമ്മൾ ഈ സ്ഥാനാർത്ഥികളിലൂടെ, ചുരുക്കം ചില സ്ഥാനാർത്ഥികൾ, കാരണം നമ്മുടെ ഈ സമയത്തിനകത്ത് അത്രേ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഈ സ്ഥാനാർത്ഥികളും ഓരോ മണ്ഡലവും മാറി മാറി ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന രീതിയിലാവും ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക.